നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇന്നത്തെ കഥയിൽ കനകയോടും ഗോവിന്ദനോടും നവീൻ സംസാരിക്കണ സമയത്താണ് നന്ദുവിനെ കല്യാണക്കാരി എടുത്തിരുന്നത്. അങ്ങനെ കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിക്കണ സമയത്ത് നവീൻ ചോദിച്ചു, അല്ല ആന്റി, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ അനിയൻ നന്ദുവും തമ്മിൽ എന്തെങ്കിലും അടുപ്പമുണ്ടോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ രണ്ടുപേരുടെ മുഖത്തൊരു പതർച്ചയുണ്ടായി. പെട്ടെന്ന് കനക പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഈ അനിമോന് നന്ദുവിന്റെ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു കാര്യം തീരുമാനിച്ചു, എന്റെ 2 മക്കൾ അനന്തപുരിയിലേക്ക് പോയതാ. ഇനി മൂന്നാമതൊരാളെ കൂടെ ഞാൻ ഉറപ്പായിട്ടും വിടത്തില്ല. അതുകൊണ്ട് മൂർത്തി സാറ് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ നേരിട്ട് അതും കൂടെ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് നവീൻ മനസ്സിൽ വിചാരിക്കുക. അല്ല, ഈ നന്ദുവിന് ഇഷ്ടം വല്ലതും ഉണ്ടായിരുന്നോ അനിയോടെ? അവക്ക് അങ്ങനെയൊന്നും ഇല്ലാന്നേ. അവക്ക് അങ്ങനെ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. എടാ അനി, എന്നിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ നവീൻ മനസ്സിൽ വിചാരിച്ചു. നവീന്റെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോ. ഈ സമയത്ത് കനക പറഞ്ഞു, മോനെ, അവൾക്ക് കുറെ ആലോചനകളൊക്കെ വരുന്നുണ്ട്. എന്ത് പറയാനായിട്ടാ? അവൾക്ക് ഇപ്പൊ കല്യാണം വേണ്ടെന്നാ പറയണേ. മോന് ഇടയ്ക്കൊന്ന് അവളെ ഒന്ന് ഉപദേശിച്ചു നോക്ക്, ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട്. ഇനിയിപ്പൊ ആരെങ്കിലും പ്രേമിച്ച് കെട്ടിയാലായി. അല്ലാണ്ട് ഇനിയിപ്പം നന്ദുവിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? അവൾക്ക് അങ്ങനെയൊന്നും ഇല്ലെന്നേ. അവൾക്ക് കല്യാണം എന്ന് പറഞ്ഞാൽ തന്നെ അലർജിയാ. പ്രേമിച്ച് നടക്കുന്നൊന്നും അവൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ടായിരിക്കും ഒരു ബുദ്ധിമുട്ട്. പ്രേമിച്ചാണെങ്കിലും ആരെങ്കിലും കെട്ടുവാണെങ്കിൽ നല്ല കാര്യമായിരുന്നല്ലോ. എവിടെ നിന്നൊരു നല്ല ആലോചന വരുവാണെങ്കിൽ നടത്തി വിടാന്നോർത്താ ഞങ്ങൾ വിരിക്കുന്നേ. എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ. നവീൻ പറഞ്ഞു, അത് ശരിയാ, അതൊരു നല്ല കാര്യം ആന്റി എന്ന് പറഞ്ഞു. നവീൻ അപ്പോഴാണ് ശരിക്കും ഒരു ആശ്വാസം ആകുന്നേ. പിന്നീട് നവീൻ പറഞ്ഞു, ആന്റി എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. നന്ദു വരുമ്പോ ഞാൻ ഇവിടെ വന്നു ചായ കുടിച്ചിട്ട് പോയെന്നൊക്കെ പറയണമെന്ന് പറഞ്ഞു. എന്നാ ശരി ആട്ടെ മോനെന്ന് പറഞ്ഞു. അങ്ങനെ നവീൻ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പം ഗോവിന്ദ കനകയോട് പറഞ്ഞു, നല്ല പയ്യനല്ലേ നീച്ചു? അതെ, നല്ല പയ്യൻ തന്നെ, നല്ല സ്വഭാവവും കാര്യങ്ങളൊക്കെ ഉള്ള എന്നവര് പരസ്പരം പറയണം. അവർക്ക് നവീനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നവീനെ അനിയുടെ അടുത്തേക്ക് എല്ലോണം. അപ്പൊ അനി കാണണമെന്നൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നവീൻ ആലോചിച്ചു, ഇവൻ എന്തിനായിരിക്കും പോലും വിളിപ്പിച്ചേ? ഇവൻ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു. അപ്പൊ പിന്നെ താനും ഇപ്പൊ കാര്യങ്ങളൊന്നും തുറന്നു പറയണ്ട. ഇവന്റെ മനസ്സിലിരിപ്പ് എന്താന്ന് അറിയത്തില്ല. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് അനിയോട് ചോദിച്ചു, എന്താണ് നീ കാണണമെന്ന് പറഞ്ഞേ? എടാ, എന്റെ കേസിന്റെ കാര്യം എങ്ങനെയാ? 2ാമത് വിളിപ്പിക്കുമല്ലേ? അപ്പൊ എങ്ങനെയായി? ഈ തവണയെങ്കിലും എന്തേലും ആകുമോ? 6 മാസത്തെ സമയം തന്നിട്ടുണ്ടായിരുന്നല്ലോ കോടതി. 6 മാസം കഴിയാറായില്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ നവീൻ പറഞ്ഞു, നോക്കട്ടെ, കാരണം പെട്ടെന്നൊന്നും അങ്ങനെ ശരിയാകത്തില്ല. അവൾക്ക് ചിലപ്പോൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ട വരുമെന്ന് പറഞ്ഞു. കോമ്പൻസേഷൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല കേട്ടോ നവീനെ. മുത്തശ്ശൻ പറഞ്ഞ ചില്ല കാശ് പോലും കൊടുക്കില്ലെന്നാ. എടാ, നിന്റെ അക്കൗണ്ടിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ, നീ കുറച്ച് കൊടുക്ക്. അങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഈ കേസ് പെട്ടെന്ന് തന്നെ നമുക്ക് തീർപ്പാക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. എടാ, അതൊന്നും പറ്റുന്ന കാര്യമില്ല. അവൾക്ക് ചില്ല കാശ് പോലും ഞാൻ കൊടുക്കില്ല. എന്തിനാ പൈസ കൊടുക്കുന്നേ? അവൾ എങ്ങനെയെങ്കിലും എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോയാൽ മതി. എന്റെ താലിയും കഴുത്തിലിട്ടോണ്ടല്ലോ അവൾ നടക്കണേന്ന് ചോദിച്ചു. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, ഈ മലയാളി മംഗൾക്ക് ഈ താലി ഒരു വീക്ക്നെസ് അല്ലേടാന്ന് ചോദിച്ചു. അതെ, അങ്ങനെയൊക്കെ തന്നെയാന്ന് പറഞ്ഞു. അല്ല, നിന്റെ കുടുംബ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയായി എന്ന് അനിയോട് ചോദിച്ചു. കമ്പനിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അത് കേട്ട് കഴിഞ്ഞപ്പം അനി പറഞ്ഞു, അല്ല അതൊക്കെ അങ്ങനെ അങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞു. ഒന്നും പറയാതിരിക്കാ ഭേദം. എടാ, നീ ആ കസേര കയറി ഇരുന്നിട്ട് ഇനിയിപ്പോ ആ കസേര നിറങ്ങാൻ നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ന് ചോദിച്ചു. എനിക്കോ? നല്ല കഥയായി. ആദർശേണ്ണൊന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിഞ്ഞു കൊടുക്കണമെന്ന് കരുതിയാ ഞാൻ ഇരിക്കണേന്ന് പറഞ്ഞു. പിന്നെ ആണോന്നോ? എടാ, കുറച്ച് കഴിയുമ്പോഴത്തേനും നിനക്ക് അവിടെ അങ്ങ് സുഖം പിടിക്കും. നീ അവിടെ ഉറച്ചു പോകും. പിന്നെ ആദർശേട്ടൻ വരില്ലെന്നായിരിക്കും നീ കരുതുന്നേ. വന്നാലും നിനക്ക് കസേര കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. ഹനി പറഞ്ഞു, പിന്നെ ഒന്ന് പോടാ അവിടുന്ന്. എനിക്ക് അങ്ങനെയൊന്നും അല്ല. ആദർശേട്ടൻ എങ്ങനെയെങ്കിലും പെട്ടെന്നൊന്നും വന്നാൽ മതി എന്നോർത്താ ഞാൻ ആ കസേരയിൽ ഇരിക്കുന്ന പോലും. കാര്യം എന്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു. ആഹോ, അപ്പൊ നിന്റെ കാര്യങ്ങൾ നടക്കുന്നില്ല. എന്റെ പെണ്ണിനെ ശല്യം ചെയ്യാനാണ് നിന്റെ പുറപ്പാട്. അങ്ങനെ ഇപ്പൊ നീ ഒഴിവാണ്ട എന്നൊക്കെ ഇങ്ങനെ നവീൻ മനസ്സിൽ പറയാണ്. പിന്നീട് നവീൻ പറഞ്ഞു, എടാ, തൽക്കാലത്തേക്ക് നീ കമ്പനി കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അറിയാലോ, സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പലതും വിട്ടുകൊടുക്കുമ്പോഴല്ലേ അത് സ്നേഹമാകുന്നതെന്ന് ചോദിച്ചു. ഇതെന്താടാ നീ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിച്ചു. ഇല്ല, ഞാനങ്ങോട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. പിന്നെ കേസിന്റെ കാര്യത്തില് നമുക്ക് നോക്കാം. നീ ധൈര്യമായിട്ടിരിക്കുക. ഡിവോഴ്സ് വാങ്ങി തരാം. ഇനിയിപ്പോ നിനക്കെന്താ, ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് വേറെ കെട്ടാനാണെന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ലടാ, അവൾ എങ്ങനെയെങ്കിലും തലേന്നൊന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്നുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അനി പോവുകയും ചെയ്തു. നവീന് കുറെ സംശയങ്ങളുണ്ടായിരുന്നു അവന്റെ മേല്.
ഇതേ സമയത്ത് ആദർശം നയനയും കൂടെ യാത്രയിലായിരുന്നു. അപ്പോഴാണ് ആദർശിന്റെ ഫോണിലേക്ക് കോള് വരുന്നത്. സൈബറാണ് സൈബർ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയണം. പിന്നീട് ആദർശം നയനോട് പറഞ്ഞു, നയനെ ഞാൻ സേവറിന്റെ അടുത്ത് വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു, നീ വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അല്ല ആദർശേട്ടാ, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ പോയി ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. വേണ്ട നീ പോയിക്കോ. അപ്പൊ ആദർശേട്ടൻ എങ്ങനെയാ പോന്നേ? ഞാൻ ഇവിടുന്ന് ഒരു ടാക്സി വിളിച്ച് പോയിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ആദർശം അവിടെ ഇറങ്ങി നയനെയും ഡ്രൈവറും കൂടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദർശം സേവറിന്റെ അടുത്ത് ചെന്നു. സേവരോട് സംസാരിക്കുന്ന സമയത്ത് സേവർ പറഞ്ഞു, സാറേ ആ എക്സ് എന്ന് പറയുന്ന ആളുടെ ലൊക്കേഷൻ ആ മോഡേൺ ഹോട്ടലിൽ തന്നെയാണ്, അവിടുന്ന് മാറിയിട്ടില്ലെന്ന് പറഞ്ഞു. ഓ അപ്പൊ അങ്ങനെയാണല്ലേ, അയാൾ അവിടെ തന്നെയുണ്ട്. ഈ പറയുന്ന എൻ ജ്വല്ലറിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരില്ല ഈ മോഡേൺ ഹോട്ടലിലുള്ളതെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, അത് ഞാൻ മുമ്പ് കണ്ടെത്തിയ കാര്യം തന്നെയാണ്, അതുകൊണ്ടാണ് അവരവിടെ ആർക്കും മുറിയൊന്നും കൊടുക്കാതിരിക്കണേന്ന് പറഞ്ഞു. പിന്നെ സാറേ ഈ പറയുന്ന മോഡേൺ ഹോട്ടലിലേക്ക് വന്ന കുറെ നമ്പറുകളും കാര്യങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ സാറിനെ സെൻഡ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ ആദർശിന് സെൻഡ് ചെയ്ത് കൊടുത്തു. ഈ സമയത്ത് നയനും ഡ്രൈവറും കൂടെ വീട്ടിലേക്ക് പോവുകയാണ്. വഴിക്ക് കുറെ പോലീസുകാർ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഡ്രൈവറോട് കാർ നിർത്താൻ ആവശ്യപ്പെട്ടു. കാർ ഡ്രൈവർ നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും പോലീസുകാർ അങ്ങോട്ട് വന്നിട്ട് നയനയോടും അയാളോടും പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞു. എന്തിനാ സാറേ? ഇറങ്ങാനല്ലേ പറഞ്ഞെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് ഈ വണ്ടി ഒന്ന് സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ഇറക്കിയിട്ട് വണ്ടി സെർച്ച് ചെയ്യണം. വണ്ടിയുടെ ഡിക്കിക്കകത്ത് ഒളിപ്പിച്ച നിലയിൽ ഒരു ബാഗ് ഇരിപ്പുണ്ടായിരുന്നു. ഇതിനകത്ത് എന്താണെന്ന് നയനോട് ചോദിച്ചു. അത് കേട്ടപ്പോൾ നയൻ പറഞ്ഞു, എനിക്കറിയില്ല സാറേ എന്താന്ന്. ഇത് നിങ്ങളുടെ കാറിലെന്ന് ചോദിച്ചു. അതെ. അപ്പൊ നിങ്ങൾക്കറിയത്തില്ലേ ഇതിനകത്ത് എന്താന്ന്? സാറേ ഞങ്ങളുടെ കാറാ, പക്ഷെ ഈ ബാഗിനകത്ത് എന്താന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. പരിശോധിച്ച് ചെയ്യുമ്പോൾ നിറച്ച് സ്വർണം. ഓഹോ, അപ്പൊ കള്ളക്കടത്തായിരുന്നു പണിയല്ലേന്ന് ചോദിച്ചു. അയ്യോ സാറേ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഇതെന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞു. സത്യം പറ, ഇത് എവിടുന്ന് കൊണ്ടിരുന്നാന്ന് ചോദിച്ചു. സാറേ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഓ അപ്പൊ നിങ്ങൾക്ക് അറിയില്ലല്ലേ, നിങ്ങൾ അറിയാതെയാണോ പിന്നെ ഈ ഭാഗ സ്വർണ്ണം ഇവിടെ വന്നേ? ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പോലീസുകാർക്ക്, അപ്പൊ അത് ശരിയായിരുന്നു. ഈ സമയത്ത് ഡ്രൈവർ പറഞ്ഞു, സാറേ അത് അനന്തമൂർത്തി സാറിന്റെ കൊച്ചുമോന്റെ ഭാര്യയാന്ന് പറഞ്ഞു. ആരുടെ ആണെങ്കിലും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല, കള്ളക്കടത്തായിരുന്നില്ലേ, ഒറിജിനൽ സ്വർണ്ണമായിരുന്നു, തെളിവുള്ള സ്വർണ്ണമായിരുന്നെങ്കിൽ അതിങ്ങനെ മൂടിക്കൊണ്ടുപോകേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലോ. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ കാരണത്ത് പോകണ്ട, രണ്ടുപേരും കൂടെ ജീപ്പിലേക്ക് പോയി കാര്യമായിട്ടെന്ന് പറയണം. അപ്പോഴേക്കും നയന പറഞ്ഞു, സാറേ വേണ്ട സാറേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പോയി കയറടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയും ഡ്രൈവറും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയാണ്. അയാള് കുറച്ച് കഴിഞ്ഞപ്പോൾ നയനയും കൊണ്ട് പോലീസുകാർ സ്റ്റേഷനിലേക്ക് വരുവാണ്. ഈ സമയത്ത് എസ് ഐ സക്രി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നയനെ പോലീസുകാർ ഇറക്കുന്നുണ്ടാവും കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം അയാൾ ഞെട്ടിപ്പോയി. അങ്ങനെ CI നയനയും കൊണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സക്രി പറഞ്ഞു, അയ്യോ ഇത് SI മാഡത്തിന്റെ എന്താടോ, SI മാഡത്തിന്റെ എന്താന്ന് ചോദിച്ചു. സക്രി ഒന്നും മിണ്ടിയില്ല. അതെ കള്ളക്കടത്ത് സ്വർണം കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിനിടയ്ക്ക് പിടിച്ച എന്നൊക്കെ പറയുവാണ്. ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല സക്രിയയ്ക്ക്. പിന്നീട് സക്രി പറഞ്ഞു, സാറേ ഇത് അനന്തമൂർത്തി സാറിന്റെ കൊച്ചുമോന്റെ ഭാര്യ എന്ന് പറഞ്ഞു. ആരുടെ ആണെങ്കിലും പ്രശ്നമില്ല മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പറയാണ് നയനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് CI നേരെ പോയത് നന്ദുവിന്റെ അടുത്തേക്കാണ്. നന്ദുവിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, പണ്ടത്തെ പോലെ ഒന്നല്ല, ഇപ്പൊ പെണ്ണുങ്ങളാണ് സ്വർണം കടത്താനും പിടിക്കുകള്, അവര് സ്വർണം കടത്തി വേണ്ടടുത്ത് കൊണ്ട് എത്തിക്കുകയും ചെയ്യും. അല്ല തനിക്ക് ഇതിനെക്കുറിച്ചൊരു വിവരം കിട്ടിയിട്ടില്ലെന്ന് ചോദിച്ചു. എന്താ സാറേ, ഇതിനു മുമ്പ് കള്ളക്കടത്ത് സ്വർണം കടത്തുന്നതായിട്ട് വിവരം കിട്ടിയതനുസരിച്ച് ഞാൻ പോയി പിടികൂടുകയൊക്കെ ചെയ്താന്ന് പറഞ്ഞു. പക്ഷെ ഇന്നാണ്ട് ഒരുത്തേയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അവള് കള്ളക്കടത്ത് സ്വർണ്ണമായിട്ട് പോകുന്ന വഴിക്ക് ഞാൻ പിടികൂടിയതാന്ന് പറഞ്ഞു. അവളെ നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്യുവാണെങ്കിൽ കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, ചോദ്യം ചെയ്യാം സാറെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചോദ്യം ചെയ്യാം. പിന്നെ ഒരു കാര്യം, ചോദ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വന്തം ബന്ധമൊന്നും നോക്കാൻ പാടില്ല, ബന്ധുക്കാരാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഇളവ് കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ചെയ്യില്ല സാറേ, ഞാൻ അത്തരക്കാരിയല്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ നന്ദു എന്ത് ചെയ്തു, ആ പെണ്ണാരാന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ചോദ്യം ചെയ്യാനായിട്ട്. അപ്പോഴാണ് നയനെ നിൽക്കുന്നുണ്ടേ. നയനെ കണ്ടുകഴിഞ്ഞപ്പോൾ ഒന്നും ഞെട്ടി നന്ദു. അപ്പോഴേ CI അങ്ങോട്ട് വന്ന് പറഞ്ഞു, ദേ ഇവളാണ് ആളെന്ന് പറഞ്ഞു. സാറേ ഇതെന്റെ ചേച്ചിയാന്ന് പറഞ്ഞു. ചേച്ചി അനുജിത്തി ബന്ധമൊന്നും ഇവിടെ ഇല്ല, അറിയാലോ, ഇവളുടെ ഭാഗ്യനകത്തുനിന്നാണ് കള്ളക്കടത്ത് സ്വർണം പിടികൂടിയിരിക്കുന്നത്. അപ്പൊ ഇവളെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞു. അല്ല സാർ, അത് പിന്നെ ചോദ്യം ചെയ്യാൻ പറഞ്ഞാൽ ചോദ്യം ചെയ്താൽ മതി, പറഞ്ഞു കേട്ടല്ലോ. സാധാരണ ചോദ്യം ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് ചോദ്യം ചെയ്യാൻ പറഞ്ഞു. അപ്പോഴേക്കും നന്ദുവിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നന്ദു ചോദിച്ചു, ചേച്ചി എങ്ങനെയാ ഭാഗ്യ ചേച്ചിയുടെ വണ്ടിക്കകത്ത് വന്നേ, എങ്ങനെയാന്നൊക്കെ ചോദിക്കണേ. ചേച്ചിന്നൊന്നും ഇവിടെ വിളിക്കേണ്ട കാര്യമില്ല, എടീന്ന് അങ്ങോട്ട് വിളിച്ചാൽ മതി, എടീന്നും വിളിച്ച് സംബോധന ചെയ്ത് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് നന്ദി ചോദിച്ചു, എങ്ങനെയാ ആ സ്വർണം വന്നേന്ന് ചോദിച്ചു. അപ്പോഴേക്കും നയന പറഞ്ഞു, എനിക്കറിയില്ല,
നന്ദു അതെങ്ങനെയാ വന്നേന്ന്. ആ കാറിനകത്ത് ആ ഡിക്കിക്കകത്ത് അതുണ്ടെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പോലീസുകാർ വരുന്ന വഴിക്ക് തടഞ്ഞു നിർത്തി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാനത് കാണുന്ന പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദു നേരെ ഡ്രൈവർക്ക് നേരെ തിരിയുവാണ്. എന്നിട്ട് ചോദിച്ചു, തനിക്ക് അറിയാവോടോ എന്ന് ചോദിച്ചു. ഒരു നിമിഷം ഡ്രൈവർ ഒന്ന് പതറി നിൽക്കുവാണ്, എന്ത് മറുപടി പറയാനെന്ന് അറിയില്ലാതെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട്ട് നിർത്തുന്നു.